പ്രിയ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് മറ്റൊരു വിഷയമാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് സന്ധ്യാവേളയിൽ വീടുകളിൽ ഒരു ആചാരം നടക്കാറുണ്ട്. ഇന്ന് വളരെ അപൂർവമായിട്ട് ഉള്ളെങ്കിൽ പോലും പല നല്ല ചിന്തകളുള്ള നല്ല ശരിയായ ഹൈന്ദവ ഭവനങ്ങൾ നിരവധിയുണ്ട്. ആ ഭവനങ്ങളിൽ കാണുന്നൊരു ചടങ്ങാണ് സന്ധ്യാവേളയിലുള്ള നാമജപം. പല വീടുകളിലും കുട്ടികളുടെ വരെ നിങ്ങൾ പോയി നാമം ജപിക്കുക എന്ന് മറ്റ് മാതാപിതാക്കൾ ടി വി കാണുന്നത് ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാവരും ഒന്നിച്ചിരുന്ന് നാമം ജപിക്കാറുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എല്ലാവരും ഒന്നിച്ചിരുന്നാണ് നാമം ജപിക്കാറ്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ നാമം ജപിക്കുന്ന അവസരത്തിൽ ചില ആൾക്കാർ ആ നാമജപം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പെട്ടെന്നുണ്ടാവും കോട്ടുവായിടുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. ഇങ്ങനെ ക്ഷീണം വന്ന പോലെ തന്നെ ഭയങ്കര അത് കോട്ടുവായി ഇടുമ്പോൾ ചില വായ തുറന്നു കഴിഞ്ഞാൽ പെരുമ്പാമ്പ് വായ തുറന്ന പോലെ ഇരിക്കും. 1.5 മീറ്ററൊക്കെ വായ ഇങ്ങനെ തുറന്ന് പിടിച്ചിട്ടുണ്ടാവും. അത്ര ക്ഷീണത്തിലായിരിക്കും വായ തുറക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ കോട്ടുവായി ഇടുന്ന ഒരു ഇത് വരുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ ചില ആൾക്കാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സ്ത്രീ എന്നെ വിളിച്ച് പറഞ്ഞു, നാമം ജപിക്കുന്ന അവസരത്തിൽ, അതുപോലെ ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുന്ന അവസരത്തിൽ മോശം ചിന്തകൾ ആണ് കടന്നു വരുന്നത്, വളരെ മോശമായിട്ടുള്ള വൃത്തികെട്ട ചിന്തകൾ കടന്നു വരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, നാമം ജപിക്കുമ്പോൾ കോട്ടുവായി ഇടാറുണ്ടോ? മറ്റൊന്ന്, ഈ നാമം ജപിക്കുമ്പോൾ മാത്രമല്ല, പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴോ ഈശ്വരീയമായി പ്രാർത്ഥന നടത്തുമ്പോഴൊക്കെ തന്നെ നെഗറ്റീവായിട്ട് വൃത്തികെട്ടതായിട്ട് ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് മഹാപാപമാണോ എന്നുള്ളതാണ് പേടി. ചില ആൾക്കാർ പറയും, ഇതെന്തോ വലിയ ദുരിതമാണ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നാമം ജപിക്കുന്നതല്ലേ, ഇപ്പോഴെന്നാ അറിയില്ല, ജപിക്കാൻ സമ്മതിക്കുന്നില്ല, അപ്പോഴേക്കൊണ്ടും വായ തുറക്കുന്നത്. ഒരു തവണ വായ തുറന്ന് ഒരു 10 നാമം ജപിക്കുമ്പോൾ അതാ വീണ്ടും വായ തുറക്കം പിടിക്കുന്നത്, കണ്ണ് നടക്കം വെള്ളം വരുന്നു. എന്താ ചെയ്യുക? ഇതെന്തെങ്കിലും മോശമായിട്ടുള്ളതാണോ, എന്തോ വിപത്ത് വരുന്നതാണോ, ആപത്ത് സംഭവിക്കുന്നതാണോ ഇതൊക്കെ എന്ന് ചിന്തിക്കും. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോശമായിട്ടുള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഏകാഗ്രത കിട്ടുന്നില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നൊരു ചിന്ത നമുക്ക് വരാറുണ്ടല്ലേ. അത് നമ്മൾ മനസ്സിലാക്കുക. ഇതിൻ്റെ കാരണം നമ്മളിൽ തന്നെയുള്ള ചില കാര്യങ്ങളാണ്. നമ്മളുടെ അശ്രദ്ധയാണ്. നമ്മൾ അല്പം ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒന്നും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ എന്താ വേണ്ടതറിയോ? നാമം ജപിക്കുകയോ പ്രാർത്ഥന നടത്തുകയോ ചെയ്യുന്ന അവസരത്തിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിൻ്റെതായ ചില കാര്യങ്ങൾ ചെയ്യേണ്ട ആ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഇങ്ങനെ കോട്ടുവായി ഇടേണ്ടി വരില്ല. ഇങ്ങനെയുള്ള ദുഷിച്ച ചിന്തകളും ഉണ്ടാകില്ല. അത് എന്താണ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് ആദ്യം വേണ്ടതറിയാം, ഈ പ്രാർത്ഥന ചെയ്യുന്നത് പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് കുട്ടികളായാലും ചില ആൾക്കാർ പറയുന്നത്, അല്ല നമ്മൾ കാലാകാലങ്ങളിൽ ചെയ്യുന്നതെന്ന് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടല്ലോ, ഭഗവാനെ നാമം ജപിക്കണമല്ലോ എന്നിട്ട് പടച്ച് പാഞ്ഞിട്ട് നമ്മൾ വന്നിരുന്നിട്ട് നാമം ജപിക്കും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പടച്ച് പാഞ്ഞ് വന്നിട്ട് മറ്റൊന്നും നോക്കില്ല. നമ്മൾ പെട്ടെന്ന് ചിലപ്പം ഒന്ന് കാലം മൂന്ന് കഴിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ കുറച്ച് കുളി കഴിഞ്ഞിട്ട് അതിൻ്റെ അടുക്കളയിൽ പണിയെടുത്തിട്ട് എല്ലാം കഴിച്ചിട്ട് നമ്മൾ വന്നിട്ട് അവിടെ നാമം ജപിക്കാനിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അന്തരീക്ഷത്തിലല്ല നമ്മളിരിക്കുന്നത്, ആർക്കോ വേണ്ടിയിട്ട് ഇരിക്കുന്നത് പോലെയാണ് അവിടെ ചെയ്യുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ നാമജപം നടക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടിയാണ് ഞാൻ ജപിക്കുന്നത്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ജപിക്കണം. ആ ബോധത്തോടു കൂടിയല്ല പലരും ജപിക്കുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾക്ക് ഭഗവാനോട് ഒരു കാര്യവും ആവശ്യപ്പെടാതെ തന്നെയാണ് കാഴ്ചശക്തിയുള്ള കണ്ണുകൾ നമുക്ക് തന്നിട്ടുള്ളത്, അതുപോലെ തന്നെ സൗന്ദര്യമുള്ള ശരീരം തന്നിട്ടുള്ളത്, അതോടൊപ്പം തന്നെ നല്ല മൂക്ക്, നല്ല ചെവി, നല്ല വായ, നല്ല പല്ല്, ഇതൊക്കെ തന്ന് അംഗവൈകല്യമില്ലാത്ത ശരീരം തന്നതൊക്കെ തന്നെ നമ്മളൊന്നും ആവശ്യപ്പെട്ടിട്ടല്ല. അപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ദാരിദ്ര്യമില്ലാതെ, ദുഃഖമില്ലാതെ, അല്ലലില്ലാതെ, അലച്ചലില്ലാതെ, കഷ്ടപ്പാടില്ലാതെ ഈ സന്തോഷമൊക്കെ തരുന്നുണ്ടല്ലോ. ആ ഭഗവാനെ ഞാൻ നിത്യവും സ്തുതിക്കണം. ആ ഭഗവാനോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം ഞാൻ എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും വേണം. കാരണം നമ്മൾക്കറിയാം, ഒരു അമ്മയ്ക്കറിയാം കൃത്യമായിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് ചോറ് കൊടുക്കേണ്ടതാണ്, അതിന് ഞാൻ ഭക്ഷണം പാകം ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. ആ ഉത്തരവാദിത്തം കൂടി ആ അമ്മ അതിനുവേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതേ ഉത്തരവാദിത്തമാണ് ഇതെല്ലാം സൗഭാഗ്യങ്ങളും നമുക്ക് തന്ന ആ ദേവന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ദേവൻ്റെ നാമങ്ങൾ ഉച്ചരിക്കാൻ, ആ നാമം ഉച്ചരിക്കുമ്പോൾ എൻ്റെയും എൻ്റെ കുടുംബത്തിനും ഗുണമാണ് ഉണ്ടാകുന്നുള്ള ചിന്തയോടുകൂടി, ശ്രേഷ്ഠതയോടുകൂടി, ശുദ്ധിയോടുകൂടി നാമം ജപിക്കാൻ തയ്യാറാവണം. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നറിയോ?
ഇങ്ങനെയൊക്കെ നമ്മൾ തയ്യാറായിരിക്കട്ടെ. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വെച്ചാൽ ഒന്ന്, നമ്മുടെ ശരീരത്തിന് ഭയങ്കര ക്ഷീണമാണെന്നിരിക്കട്ടെ. നല്ല ക്ഷീണം നമ്മുടെ ശരീരത്തിനുണ്ടെങ്കിൽ, അതുപോലെ നല്ലപോലെ ഉറക്ക ക്ഷീണമുണ്ട്, ഉറങ്ങാത്തത് കൊണ്ടുള്ള അല്ലെങ്കിൽ ശരിക്കും ഉറക്കം കിട്ടാത്തതിൻ്റെ ക്ഷീണമുണ്ട് ഇരിക്കട്ടെ. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിലാണ് കോട്ടുവായി ഉണ്ടാകുക. അതല്ലാതെ പ്രേതം വന്നുകൊണ്ടോ ഭൂതം വന്നുകൊണ്ടോ മരണത്തിൻ്റെ കൊണ്ടോ ഒന്നുമല്ല കേട്ടോ. ഇതൊക്കെ ചില ആൾക്കാർ പറയും അതങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി. എന്താ നെഗറ്റീവ് എനർജി? നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി, ക്ഷീണം, ഉറക്കം, ഇതാണ് നെഗറ്റീവ് എനർജി. അല്ലാതെ വീട്ടിൽ എന്തോ അദൃശ്യ ശക്തികൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്, അതിനൊന്നുമല്ല. നാമജപം ഉള്ളിടത്ത് ഒരു അദൃശ്യ ശക്തി ഉണ്ടാകില്ല. അത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ ശരീരക്ഷീണം പൂർണ്ണമായിട്ടും നമുക്കുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഉറക്ക ക്ഷീണവും ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. അപ്പോഴെന്ത് വേണം? ഈ ഒരു കാര്യം ഇല്ലാണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഒന്ന് പ്രധാനമായിട്ടും നല്ലതുപോലെ ഈ സമയത്തിന് എപ്പോഴാണോ നമ്മൾ ജപം നടത്തേണ്ടത് ആ ജപം നടക്കുന്നതിന് കുറച്ച് മുന്നോടിയായിട്ട് തന്നെ, തൊട്ട് മുമ്പ് തന്നെ കുളിച്ച് ശുദ്ധിയോടുകൂടി ആ നനവും കുളിർമയും നിലനിൽക്കെ തന്നെ നമ്മൾ നാമജപം നടത്തുക. പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായല്ലോ. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ കുളി കഴിഞ്ഞ് അവർക്ക് നല്ലതുപോലെ മുടി ഉണ്ടാവുമല്ലോ. ഈ മുടി എന്ത് ചെയ്യും? ഒരു തുണിയോ ഉണ്ടാവും ഇങ്ങനെ ചുറ്റിക്കെട്ടി, നമ്മൾ ആ ഉണങ്ങാൻ വേണ്ടിയിട്ട് ചുറ്റിക്കെട്ടി തലയിൽ ഇങ്ങനെ വെക്കും. ആ തലയിലുള്ള നനവ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ജപിക്കുക. അതുപോലെ തന്നെ ശരീരത്തിനൊക്കെ ആ ഒരു കുളിർമയുണ്ടാവും. ഇപ്പോൾ പുരുഷന്മാരായാലും തലയിലെ നനവും ആ മുഖത്തും ശരീരത്തിലൊക്കെ ആ വെള്ളം വീണതിൻ്റെ ഒരു കുളിർമയും ആ ഒരു പ്രസന്നതയുണ്ടാവും. അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് നാമം ജപിച്ച് നോക്കിക്കോളൂ, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ പറയുന്ന പ്രേതവും ഇല്ല, ബോധവും ഇല്ല, നെഗറ്റീവ് എനർജിയും ഇല്ല, പോസിറ്റീവ് ഒന്നുമില്ല, എല്ലാം സന്തോഷമായിരിക്കും. അങ്ങനെയാണ് നാമം ജപിക്കേണ്ടത്. പണ്ട് കാലങ്ങളിൽ പറയാറുണ്ടല്ലോ, നിങ്ങൾ അടിച്ച് തെളിച്ച് കുളിച്ചതിന് ശേഷം ജപിക്കൂ എന്നാണ് പറയാറ്. പക്ഷേ ഇന്ന് കുളിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്. കുളിച്ചാൽ തന്നെ നമ്മൾ ഉച്ചക്ക് കുളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വൈകിട്ട് കുളിച്ചിട്ടുണ്ടാവും. നാമജപമാകുമ്പോൾ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആ ഈർപ്പം അങ്ങോട്ട് പോകുന്നതോടുകൂടി നമ്മൾക്ക് വീണ്ടും ആ ആലസ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരാളാണ് നമ്മൾ കുളി കഴിഞ്ഞ് അരമണിക്കൂർ മുമ്പ് കുളിച്ചാണ്, 1 മണിക്കൂർ മുമ്പ് കുളിച്ചാണ്. അപ്പോൾ ഈ ആലസ്യം വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചിലപ്പോൾ രോഗം വന്ന് കിടക്കുന്ന ആളായിരിക്കും, രോഗം വന്ന ആൾക്കാർക്കും ഇതേ അവസ്ഥയുണ്ടാവും, അവർക്ക് കുളിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവസരത്തിൽ ഇവർ ഒന്ന് നല്ലതുപോലെ മുഖം നല്ലപോലെ കഴുകി തുടക്കുക. ഇനി കഴുകാൻ പറ്റത്തുള്ളതെങ്കിൽ നല്ല തുണി മുക്കി പിഴിഞ്ഞിട്ട് ആ നനവോട് കൂടിയിട്ട് മുഖം തുടക്കുക. കയ്യും കാലും ശരീരമെല്ലാം ഒന്ന് തുടക്കുക. അല്ലെങ്കിൽ കയ്യും കാലും മുകളിലൊന്ന് കഴുകി ആ കുളിർമയോടുകൂടി ജപിച്ചു നോക്കിക്കോ, ഇതൊന്നും ഉണ്ടാവില്ല. ഇതല്ലേ നല്ലത്. അപ്പോൾ നമുക്ക് മനസ്സിന് അലട്ടില്ല, കണ്ടവൻ എത്രയാ കോട്ടുവായിടുന്ന് എന്ന് നമുക്കൊരു ചിന്തയുണ്ടാവില്ലേ? അല്ലെങ്കിൽ മറ്റെന്തെല്ലോ മനസ്സിലേക്ക് ചിന്തകൾ വരും. ഈ ചിന്തകളൊന്നും വരില്ല കേട്ടോ. ഇങ്ങനെ കുളിച്ച് ഫ്രഷായിട്ട് നല്ല ശുദ്ധിയോടുകൂടി നമ്മൾ ജപിക്കാനിരിക്കുകയാണോ, പ്രാർത്ഥിക്കാനിരിക്കുകയാണോ, കീർത്തനങ്ങൾ ചൊല്ലുകയാണോ, പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുകയാണോ, ഒന്നും പേടിക്കേണ്ട. ഒരു തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളും നമ്മളിലേക്ക് വരില്ല. അപ്പോൾ നമുക്കിത് പരീക്ഷിച്ച് നോക്കാമല്ലോ. ഇനി നമുക്ക് കോട്ടുവായി ഉണ്ടാവാണ്ട് നല്ല വിധത്തിൽ തന്നെ ഈ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ എഴുതിയില്ല കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന് താഴെ നിങ്ങൾക്ക് അതിൻ്റെ കമൻറ്റ് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് വേണം? താഴെ നോക്കൂ, സബ്സ്ക്രൈബ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ നമ്മൾ തൊട്ട് കൊടുക്കുക. ഈ തൊട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്ത് വേണം? അവിടെ ഒരു മണിയുടെ ചിത്രം വരും, അവിടെയും തൊട്ട് കൊടുക്കുക. മതി. ഇനി ഞാൻ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കേൾക്കാം. ഏതായാലും ഞാൻ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.